ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ ഫിൽട്ടറുകളുടെ ലോകത്തുണ്ടായ ഒരു ചതിയും അതിന്റെ രസകരമായ വിശേഷങ്ങളുമാണ്. ഒട്ടനവധി ഫിൽട്ടറുകളുടെ സഹായത്തോടെയാണ് ഇന്നെല്ലാ മനുഷ്യരും ഫോട്ടോകൾ എടുക്കുന്നത്. ആ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആളുകൾ അത് കണ്ട് ഇത്രയും സൗന്ദര്യം ഇദ്ദേഹത്തിനുണ്ടോ എന്ന് പലപ്പോഴും സംശയിച്ചു പോകാറുമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ജീവിതത്തിന്റെ പകുതി ഭാഗം ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിൽട്ടറുകളെ പറ്റിയുള്ള അന്വേഷണവും തന്റെ സൗന്ദര്യത്തെ പറ്റിയുള്ള അന്വേഷണവും അതിര് കടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഈ കപട മുഖങ്ങളെക്കുറിച്ച് ഹിയോബിയയുടെ കഥയെക്കുറിച്ചുമുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡിജിറ്റൽ കപടതയുടെ രാജ്ഞി എന്നാണ് ചൈനയിലെ ക്യുവാബിയോ ഗാവോജിയെ പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖം യഥാർത്ഥമാണോ അതോ വെറുമൊരു സോഫ്റ്റ്വെയർ മാന്ത്രികതയോ? നമ്മൾ ആരാധിക്കുന്ന പലരും, സെലിബ്രിറ്റി ആയിരിക്കുന്ന പലരും, നമ്മൾ പിന്തുടരുന്ന ഫോളോവേഴ്സ് ആവുന്ന പല വ്യക്തികളും അവർ ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചൈനയിലെ ഒരു ലൈവ് സ്ട്രീമിംഗ് രാജ്ഞിയുടെ കഥയാണ്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഹൃദയമിടിപ്പായിരുന്ന 20-കാരി സുന്ദരിയുടെ കഥ. പക്ഷേ ഒരു നിമിഷത്തെ സാങ്കേതിക തകരാർ ഒരു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. സുന്ദരിയായ പെൺകുട്ടിക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്ന മുഖം കണ്ടപ്പോൾ ആരാധകർ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. ചൈനയിലെ ഏറ്റവും വലിയ ലൈവ് സ്ട്രീം പ്ലാറ്റ്ഫോമാണ് ഡോയു. അവിടെ യുവർ ഹൈനസ് ഹ്യൂബിയോ എന്ന പേര് ഒരു തരംഗമായിരുന്നു. മധുരമായ ശബ്ദം, ആകർഷകമായ സംസാരം, എല്ലാവരും അവരെ കാണാൻ കുതിച്ചു. പക്ഷേ അവർ ഒരു നിബന്ധന വെച്ചിരുന്നു. തന്റെ മുഖം കാണിക്കണമെങ്കിൽ ആരാധകർ പണം നൽകണം. ഏകദേശം $14,500, 10 ലക്ഷത്തോളം രൂപ. ഇത് നൽകുന്നവർക്ക് മാത്രമേ തന്റെ മുഖം വെളിപ്പെടുത്തൂ എന്നായിരുന്നു അവരുടെ വാശി. ആ സസ്പെൻസ് നിലനിർത്തുവാൻ അവർ ഇപ്പോഴും മുഖത്ത് ഒരു കാർട്ടൂൺ ഇമോജി അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഫിൽറ്ററുകളോ ഉപയോഗിച്ച് ക്രമപ്പെടുത്തിയിരുന്നു. ആരാധകർ കരുതിയത് അവർ ലോകസുന്ദരിയാണെന്നാണ്. പണമൊഴുക്കാൻ ആയിരങ്ങൾ ക്യൂ നിന്നു. ക്യൂബി മറ്റൊരു സ്ട്രീമറുമായി ചേർന്ന് ഒരു ലൈവ് ചാലഞ്ച് നടത്തുകയായിരുന്നു. തത്സമയം 10,000-കണക്കിന് ആളുകൾ അത് കാണുന്നുമുണ്ട്. പെട്ടെന്നാണ് ആ ഒരു ദുരന്തം സംഭവിച്ചത്. സാങ്കേതികമായ ഒരു തകരാർ കാരണം അവർ മുഖത്ത് വെച്ചിരുന്ന ആ കാർട്ടൂൺ ഫിൽറ്റർ അപ്രത്യക്ഷമായി. സ്ക്രീനിൽ തെളിഞ്ഞത് 20 വയസ്സുള്ള സുന്ദരിയല്ല, മറിച്ച് 58 വയസ്സുള്ള നരച്ച മുടിയുള്ള ഒരു സാധാരണ സ്ത്രീയായിരുന്നു, ഒരു വീട്ടമ്മയായിരുന്നു. ആ നിമിഷം ലോകം അങ്ങ് സ്തംഭിച്ചുപോയി. പക്ഷേ തമാശ അതല്ല, ക്യൂബ ഇതൊന്നും അറിഞ്ഞതേയില്ല. അവർ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. കമന്റ് ബോക്സിൽ ആളുകൾ തെറി വിളിക്കുവാനും പരിഹസിക്കാനും തുടങ്ങിയപ്പോഴാണ് താൻ നഗ്നയാക്കപ്പെട്ടു എന്ന് ആ സ്ത്രീ തിരിച്ചറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതൊരു വൻ ചർച്ചയായി. ഏകദേശം ഒരു 1.5 ലക്ഷം പേര് ഉടനെ തന്നെ ഈ സ്ത്രീയെ അൺഫോളോ ചെയ്തു. ഇവരെ വളരെയധികം മോശമായ ഭാഷയിലൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. ലോകത്തിൽ വെച്ച് പറ്റിക്കപ്പെട്ട മനുഷ്യരായി അവർ സ്വയം തന്നെ വിലയിരുത്തി. ഇതിന്റെ മറുപുറം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ലോകമെങ്ങും ഒരു പ്രശസ്തയായി. പുതിയതായിട്ട് 1.5 ലക്ഷം പോയതിന് പകരം 6 ലക്ഷം പേർ അവരെ കാണാനായിട്ട് എത്തി. എന്നാൽ ഈ നിയമം കടുത്തു. ആളുകൾ കബളിപ്പിച്ചു എന്ന കുറ്റത്തിന് ലൈവ് സ്ട്രീം ചാനല് വിലക്കി. പിന്നീട് അവർ പറഞ്ഞു താൻ ബോധപൂർവം ആരെയും പറ്റിച്ചതല്ല, മറിച്ച് ഫിൽറ്ററുകൾ ഇന്നത്തെ കാലത്തെ ഒരു ഫാഷൻ മാത്രമാണെന്ന്. പക്ഷെ അത് വാദത്തിന് ആരും വലിയ വില നൽകിയുമില്ല. ഫിൽറ്ററുകൾ ഇന്നത്തെ കാലത്ത് ഒരു ഫാഷൻ മാത്രമാണ്. അതിനൊക്കെ ന്യായീകരിക്കാനൊക്കെ അവർ ശ്രമിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ വാദങ്ങൾക്കൊന്നും ജനങ്ങൾ വില കൽപ്പിച്ചില്ല. കമ്പനി അദ്ദേഹത്തെ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തു. ഇത് നമുക്ക് തരുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ അടുത്ത ദിവസം രമേഷ് പിഷാരടിയും പറഞ്ഞു ഒരു ക്യാരക്ടറിനെ കാണാനായിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണുള്ളത്. ഇത് ഒരു സാധാരണ ഒരു പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയാൽ ഫോളോവേഴ്സ് കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഒരു ക്യാരക്ടർ തന്റെ ശരീരം അവിടെ ഇവിടേക്ക് ഒന്ന് കാണിച്ചാൽ നമ്മുടെ സ്വന്തം അമ്മായി എന്ന് പറഞ്ഞ് കാണുന്ന ആളുകളും വിശ്വസിക്കുന്ന ആളുകളും ക്യാരക്ടർ ആണെന്ന് അറിഞ്ഞാൽ പോലും അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളും ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെ മനുഷ്യർ ഫിൽട്ടറുകളുടെ ലോകത്ത് അവർ നേരിൽ കാണുന്ന ആളുകളെ അല്ലാത്ത മറ്റൊരു ലോകത്തേക്ക് അവർ ചേക്കേറിയിരിക്കുകയാണ്. ഈ ക്യൂബിയുടെ കഥ വെറും ഒരു വാർത്തയല്ല, അത് നമ്മുടെ ഒരു വലിയൊരു പാഠമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ ഫിൽട്ടറുകളുടെ മായാലോകത്താണ്. ഇല്ലാത്ത തിളക്കവും ഇല്ലാത്ത ആകൃതിയും ഒക്കെ നൽകി നമ്മെ ഇവരെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ സോഫ്റ്റ്വെയറുകൾ കൊണ്ട് അമ്മാനം പാടുമ്പോൾ നമ്മൾ ആരെയാണ് പിന്തുടരുന്നത്? സത്യത്തിൽ ആ വ്യക്തിയെയാണോ അതോ ആ വ്യക്തി സൃഷ്ടിച്ചെടുത്ത ഒരു മായ കാഴ്ചയെയാണോ? സത്യവും അസത്യവും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ഡിജിറ്റൽ ലോകം നമ്മെ വഴിതെറ്റിക്കുകയാണ്.
സ്ക്രീനിലെ തിളക്കം കണ്ട് വഞ്ചിതരാകാതിരിക്കുക. യഥാർത്ഥ സൗന്ദര്യം ഫിൽറ്ററുകൾക്ക് പിന്നിലല്ല, സത്യസന്ധതയിലാണ്. നിങ്ങൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. വഞ്ചിതരാകാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ.